ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിനി കാത്തിരിക്കുന്നത് മോഹൻലാലിൻ്റെ ഒരു തിയേറ്റർ വിജയത്തിന് വേണ്ടിയാണ്. അതായത് 2025 തിയേറ്റർ വിജയം അല്ലെങ്കിൽ 2025 വാണിജ്യ വിജയം നേടാൻ പോകുന്ന ആദ്യ സിനിമ മോഹൻലാലിൻ്റെതായിട്ട് പുറത്തിറങ്ങാൻ പോകുന്നത് ഏപ്രിൽ മാസം 25 തുടരുമെന്ന സിനിമയിലൂടെയാണ്. തുടരുമെന്ന സിനിമ സാമ്പത്തികമായി വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അതിൻ്റെ ബഡ്ജറ്റ് വലിയ ബഡ്ജറ്റുള്ള സിനിമ ആയിരിക്കാനുള്ള സാധ്യതയില്ല. മാക്സിമം പോയ ഒരു 30-35 കോടി രൂപയ്ക്ക് അത് തീരുന്ന ഒരു സിനിമ ആയിരിക്കും. തുടരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതൊരു 30 കോടി രൂപയുടെ താഴെ നിൽക്കാനും സാധ്യതയുള്ള ബഡ്ജറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അത്രയ്ക്ക് വലിയ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉള്ളൊരു സിനിമയായിട്ട് തോന്നുന്നില്ല. അതിൻ്റെ സ്റ്റോറിക്കാണ് ആ സിനിമയ്ക്ക് പ്രാധാന്യമുള്ളത്. അപ്പോൾ ആ സ്റ്റോറി വെച്ചിട്ടാണ് ആ സിനിമ വെളിയിൽ വരാൻ പോകുന്നത്. അപ്പോൾ ആ സിനിമയ്ക്ക് ഉറപ്പായും തിയേറ്റർ വിജയവും വാണിജ്യ വിജയവും ബിസിനസ് വിജയവും എല്ലാം കൂടെ നേടാൻ സാധിക്കും. ഉറപ്പായിട്ടും തന്നെ ആ സിനിമയ്ക്ക് എമ്പുരാൻ പോലുള്ളൊരു സിനിമയല്ല അത്. കാരണം അതിലായിരിക്കും മിക്കവാറും നമ്മൾ ഡയറക്ടറിൻ്റെ ബ്രില്യൻസ് നമ്മൾ അറിയാൻ പോകുന്നത്. കാരണം ഇങ്ങനെ ഒരു പടം എടുക്കണം എന്ന് ചില പൃഥ്വിരാജിന് പോലും കണ്ടുപഠിക്കാവുന്ന രീതിയിലായിരിക്കും തരുൺ മൂർത്തി മോഹൻലാലിനെ ഉപയോഗിച്ച് തുടരുമെന്ന് പറഞ്ഞ സിനിമ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനകത്ത് ആ സ്റ്റോറിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ആ സിനിമയെ വിജയത്തിലോട്ട് നയിക്കാനുള്ളതാണ് പുറത്തു നിന്നും അറിയാൻ സാധിക്കുന്ന വിവരം. ആ സിനിമ ഒരു ദൃശ്യം പോലൊരു സിനിമ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് നിരാശ നൽകുമെന്നാണ് എൻ്റെ സംവിധായകനായ തരുൺ മൂർത്തി പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതിന് ചില മോശം ആളുകൾ അതിനെ ജേണർ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് തരുൺ മൂർത്തി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. കാരണം അത് ചിലപ്പോൾ അപകടത്തിലോട്ട് എത്തും. അല്ലാതെ ഈ സിനിമയെക്കുറിച്ച് എനിക്ക് ടെൻഷനൊന്നുമില്ല, ഞാൻ നല്ല രീതിയിൽ എൻ്റെ മാക്സിമം ഞാൻ സിനിമയ്ക്ക് അത് ചെയ്തു വച്ചിട്ടുണ്ട് എന്ന് തരുൺ മൂർത്തി പറഞ്ഞു. എനിക്കത് കോൺഫിഡൻസ് ആണ്. പക്ഷേ ഇത്രയും അമിത പ്രതീക്ഷയോട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റൂല എന്നുള്ളത് പുള്ളിക്ക് ഓവർ കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്ക് എടുക്കാം. കാരണം ചിലർക്കൊരു കാര്യമുണ്ട്, പൃഥ്വിരാജിനെ നമ്മൾ ഇൻ്റർവ്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ എന്ത് പ്രതീക്ഷയിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ 3 ഹെലികോപ്റ്റർ 4 ഹെലികോപ്റ്റർ എന്നൊക്കെ തള്ളു കഥകളൊക്കെ ഇറക്കിയൊക്കെ നമ്മൾ കണ്ടായിരുന്നു. പക്ഷേ തരുൺ മൂർത്തി അങ്ങനെയല്ല. നിങ്ങൾ ഓവർ കോൺഫിഡൻസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ നിരാശപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു ഫാമിലി ഡ്രാമ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഡ്രാമ കാണാൻ വരുന്ന രീതിയിൽ തന്നെ ആയിരിക്കും തുടരുമെന്നുള്ള സിനിമ കാണാൻ വരേണ്ടതെന്ന് തരുൺ മൂർത്തി പറഞ്ഞെങ്കിൽ അതിനകത്ത് എന്തുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ദൃശ്യം പോലത്തെ സിനിമ തന്നെ ആവണമെന്നില്ല ഈ സിനിമ. കാരണം ദൃശ്യം പോലും ഒരു എക്സ്ട്രീം ലെവലിലോട്ട് ഈ സിനിമ പോയില്ലെങ്കിൽ പോലും ഈ സിനിമയ്ക്ക് ചിലപ്പോൾ സൈക്കോളജിക്കലി ആയിരിക്കും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ ഇൻ്റർവെല്ലിന് ശേഷം അല്ലെങ്കിൽ ക്ലൈമാക്സിനോട് അടുപ്പിച്ച് ഇതൊരു ത്രില്ലർ ഗണത്തിൽപ്പെടുത്താമെങ്കിൽ പോലും ഇത് കൂടുതലായിട്ട് ഒരു മനസ്സിൻ്റെ ഒരു പിരിമുറുക്കം മോഹൻലാലിലൂടെ കാണിക്കുന്ന ഒരു സിനിമ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിനകത്തൊരു ഡയലോഗുണ്ട്, കാറ് നഷ്ടപ്പെട്ട അയാളുടെ കിളി പോകുന്നത്. അതായത് കാറ് തൻ്റെ കുടുംബത്തിനോടൊപ്പം അല്ലെങ്കിൽ കുടുംബത്തിനേക്കാളും കൂടുതൽ സ്നേഹിച്ച കാറ് തൻ്റെ ഭാഗത്തു നിന്ന് തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയും അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ അത് ഒരിക്കലും ലഭിക്കില്ല എന്നുള്ള രീതിയിലാവുകയും ചെയ്യുമ്പോൾ അതിനെ എങ്ങനെയും തിരിച്ചു പിടിക്കുമെന്നുള്ളൊരു നായകൻ്റെ ഒരു പോര്, അതായത് നമ്മുടെ സൊസൈറ്റിയോടും നമ്മുടെ പോലീസ് സിസ്റ്റത്തിനോടും നമ്മുടെ ഗവൺമെൻറ്റിനോടും നടത്തുന്ന ഒരു സൈക്കോളജിക്കൽ പോരാകാനുള്ള സാധ്യത ഉണ്ട് ഈ സിനിമ. അപ്പോൾ എങ്ങനെയാകും ഈ സിനിമ പോകുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതാരും നിങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ ചുമ്മാ നമ്മൾ ദൃശ്യം കാണാൻ പോയപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു ഫാമിലി ഡ്രാമയാണ്. അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് അതിനേക്കാളും മുകളിലുള്ള ഒരു ഐറ്റം ആയിരിക്കും. അല്ലാതെ നിങ്ങൾ ഒരു ദൃശ്യം പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ നിരാശപ്പെടുത്താനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് തരുൺ മൂർത്തി പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാം. നന്ദി, നമസ്കാരം.